ഇവിടെ ഇപ്പോൾ ചാറ്റൽ മഴ നടക്കുകയാണ്. ഇത് കൃഷിക്കാർക്ക് നല്ല ഫലമാണ്. കൃഷിക്കാർക്കെന്ന് മാത്രമല്ല, എല്ലാവർക്കും 1 സെൻറ്റ് ഭൂമിയുള്ള ആളിനായാലും ശരി നല്ല പരുവമാണ്. ഈ പരുവത്തിൽ നമ്മൾ പച്ചക്കറികളും പ്രത്യേകിച്ച് കുരുമുളക് നമ്മുടെ വീട്ടിന് ചുറ്റുവട്ടിൽ 2 സെൻറ്റ് ആയാലും 5 സെൻറ്റ് ആയാലും എന്തെങ്കിലും മുരിങ്ങ അതേപോലെ എന്തെങ്കിലും ചെടി കാണും. അതിലേക്ക് ഓരോ വള്ളി കുരുമുളക് വള്ളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് മഴക്കാലമാണ്. അപ്പോൾ നമുക്ക് വെള്ളം കോരിയുള്ള ബുദ്ധിമുട്ടില്ലാതെ അധിക ഭാരമില്ലാതെ നമുക്ക് നനവ് കെട്ടി നല്ല രീതിയിൽ മുളക് തൈകൾ വളർന്നു വരും. പിന്നെ എല്ലാ വീടുകളിലും ഒരു ബഡ് മാവ്, പ്ലാവ് അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്കെന്തായാലും ഒരു ചെറിയ വീടും ചുറ്റും മതിലും കാണുമല്ലോ. അധികം അടുത്ത പുരയിടങ്ങളിലേക്ക് പടരാത്ത രീതിയിലുള്ള നമ്മുടെ കാമ്പൗണ്ടിൽ നിൽക്കത്തക്ക വിധത്തിലുള്ള ചെറിയ ഇതേപോലുള്ള ഫലവൃക്ഷ തൈകൾ വാങ്ങി നടുകയാണെങ്കിൽ ഇത് നല്ല പരുവമാണ്. പെട്ടെന്ന് വളർന്നു കയറും. നമുക്ക് നഷ്ടമുണ്ടാവില്ല. അല്ലെങ്കിൽ വേനൽക്കാലത്ത് കൊണ്ട് വെച്ചാൽ അത് നനവില്ലാതെ കരിഞ്ഞു പോകും. നമ്മൾ എത്ര നനച്ചാലും ഈ മഴയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ചാറ്റൻ മഴയിൽ നിന്ന് കിട്ടുന്ന ആ നനവും നമ്മൾ നനയ്ക്കുന്നതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. വളരെ ഗുണം ചെയ്യുന്നതാണ് ഈ ചാറ്റൽ മഴ. ഈ പരുവത്തിന് നമുക്ക് ചെറിയ കൃഷികളായിട്ടുള്ള എല്ലാം വച്ചുപിടിപ്പിക്കുകയാണെങ്കിൽ. എന്നാൽ പച്ചക്കറികൾ വേനൽക്കാലത്തൊക്കെയാണ് നല്ലത്. വേനൽക്കാലത്ത് വെച്ച് അവ പുഷ്ടിപ്പെടുത്തി നിർത്തിയാൽ മഴയത്ത് അത് വളർന്ന് പന്തലിച്ചോളും. അപ്പോൾ ഈ സമയം നമ്മൾ പാഴാക്കരുത്. നമുക്കൊരു അഡീഷണൽ വരുമാനവും അതിലുപരി നമ്മുടെ വീട്ടുമുറ്റത്ത് പച്ചക്കറികളും പ്രത്യേകിച്ച് കുരുമുളക്, അതിനാണ് ഏറ്റവും കൂടുതൽ ഞാൻ പ്രധാനം കൊടുത്ത് സംസാരിക്കുന്നത്. തൈകൾ വയ്ക്കാൻ നല്ല സമയമാണ്. ആരും ഈ അവസരം പാഴാക്കാതെ ഉപയോഗപ്പെടുത്തണം. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ തുടരെ മഴയുണ്ടാവും. അപ്പോൾ വേരോടി നമ്മുടെ പറമ്പിൽ പിടിച്ചു കിട്ടും. നമുക്ക് നഷ്ടപ്പെടില്ല. നമ്മൾ 300-500 കൊടുത്ത് വാങ്ങിച്ചു വെക്കുന്ന ഒരു മരം, ഒരു പ്ലാവായാലും ഒരു മാവായാലും ഒരു പേരയായാലും ഒന്നും നമുക്ക് നഷ്ടപ്പെടില്ല. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ബായ്.